ഹോംവർക്ക് കൊടുക്കുമായി. അതൊരു ഭയങ്കര ഒരു ഇതാണ്. ദിവസം പോകുന്തോറും എല്ലാരെയും മറക്കും മീൻസ്. ആരെയും മറക്കൂല. ആരെയും മറക്കാനാ? മീൻസ് അല്ല കൃഷ്ണ ചേച്ചി, ആര് മറക്കാനാ? എൻ്റെ സ്ഥിരമായിട്ടുള്ളവരെയൊക്കെ കണ്ടിട്ട് എത്ര നാളായെന്നറിയോ. എല്ലാവരോടും ഒന്നും നല്ലപോലെ കാര്യം പറഞ്ഞു. മറ്റേ 2 വട്ടത്തെ ലൈവിലാകുമ്പോൾ കുഴപ്പമില്ല. എന്തോ പറയാനാ. ഇനിയിപ്പോൾ അവിടെ ചെല്ലട്ടെ. ചെന്നത്തെ 2 ദിവസം എനിക്ക് നല്ല ഓളാട്ടോ. പണിയോട് പണിയായിരിക്കും. തുണി ഒത്തിരി ഉണ്ട്. അവിടെ കഴുകാനുണ്ട്, ഇവിടുന്ന് കൊണ്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. അതെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് വേണം സെറ്റാവാൻ. നിൽക്കുന്ന ഒരാൾ ഇവനെ ഇങ്ങോട്ട് വിളിക്കണമെന്നുണ്ട്. ഇവനെ ഇങ്ങോട്ടെങ്ങാനും വിളിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ കൊണ്ട് രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രിവാൻഡ്രം പോക്കൊക്കെ നടക്കുന്നു. ലവ് യു എന്നോ ആരോടാ? എന്നോടാണോ? ആർമി വരും പോകും. വേറെ ലൈവൊക്കെ കാണും. അതാ വരുന്നതും പോകുന്നതും ചെയ്യും. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ആർമി മുത്താണെന്ന്. അലീന. ഇന്ന് അലീന വന്ന്. ഞാൻ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ അലീനയുടെ കാര്യം ചോദിക്കാം. ഓർത്ത് വെച്ചാൽ അന്ന് ഇച്ചിരി കഴിഞ്ഞിട്ട് ചോദിക്കാമെന്ന്. അപ്പോഴത്തേന് ഇങ്ങെത്തി രാഹുൽ. ഇതെന്താ കരച്ചിൽ വരുന്നത്? ചേച്ചി ആർമി ഒരു പാട്ടുകാരനാണ്. പിന്നെ കൊള്ളാം. എന്നെ ഇന്നലെ പാടി കേൾപ്പിച്ച്. ഞാനതും കേട്ട് ഉറങ്ങിപ്പോയി. എന്താ ആർമി? ജിമ്മി ബ്രോ ഹായ്. എന്നാ ഉണ്ട് വിശേഷം? എന്നെയോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തെൻ്റെ വിശേഷം? ഇന്നത്തെ വിശേഷം എന്താ? ഇന്നലെ നമ്മുടെ ഇവിടെ പോയി. ഇവിടെ ചേട്ടനും മക്കളൂടെ ശബരിമലയിൽ പോയി. അപ്പം അതിൻ്റെ വിശേഷമായിരുന്നു. ഇന്ന് വന്നു. ചേച്ചി ഇപ്പോൾ വരാമെന്ന്. ചേച്ചി ഞാൻ വെറുതെ ഇൻസ്റ്റാൾ ചെയ്തു. വെറുതെ ചെയ്തു. അത് കൊള്ളാമല്ലോ. വെറുതെ ചെയ്ത് ഫോളോ ചെയ്തേരെ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. എല്ലാവരും ഉറങ്ങി. ഞാനും ഉറങ്ങാൻ പോകുന്നു. എനിക്കും ഇന്ന് ഓട്ടമായിരുന്നു. ഇന്ന് കുറേ നാളിന് ശേഷം ബസ്സിൽ യാത്ര ചെയ്തു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. അങ്ങനെ ചിലർ പറഞ്ഞു പറ്റിച്ചു. അങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്തു. 2 ബസ് കയറിപ്പോയി. തിരിച്ചു വന്നതും അതേപോലെ തന്നെ. ഉച്ചയായപ്പോഴത്തേക്ക് ചേട്ടനൊക്കെ വന്നു. ഹസ്ബൻഡ് മക്കൾ മലയ്ക്ക് വേണ്ടി തിരിച്ചു വന്നു. വന്നു ഉച്ചയ്ക്ക് വന്നു. ഉച്ചയായപ്പോഴത്തേക്ക് മക്കൾ രണ്ടും കുഴഞ്ഞു പോയി കേട്ടോ. ഇവിടൊക്കെ താമസിക്കുവാണെങ്കിലേ നമുക്ക് ഈ നടക്കുന്നതിനോ ചെരുപ്പില്ലാതെ നടക്കുന്നതിനോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പക്ഷേ അവിടെ പിന്നെ ആയതുകൊണ്ട് പിള്ളേർ തിരിച്ചു വന്നപ്പോൾ വെയിലുറച്ച്. അഖിൽ ബ്രോ ഹായ്. ഇന്നലെ കണ്ടായിരുന്നു. എന്നോട് ലൈവ് ഇടണം. അതുകൊണ്ട് എന്തോ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. എന്നാ പറയാനേ, മക്കൾ മലയ്ക്ക് പോകുന്നതിൻ്റെ വല്ലാത്തൊരിതായിപ്പോയി. കൃഷ്ണ ചേച്ചി ലൈവ് ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഒന്നും പറയണ്ട. എന്നോട് ചോദിച്ചൊരു കാര്യങ്ങളൊക്കെ. ലൈവ് ഇട്ടില്ല. ആര് പറഞ്ഞിട്ടില്ലെന്ന്? ഞാൻ ആരെയും പറ്റി ചോദിച്ചു നോക്കും. ഞാൻ ലൈവ് ഇട്ടായിരുന്നോ ഇല്ലയോ എന്ന്. ഞാൻ ലൈവൊക്കെ ഇട്ടു. ചോദിച്ചു നോക്കും. അതുകൊണ്ട് ഇതിൽ എത്രയോ പേരുണ്ട്. ചോദിച്ചു നോക്കും. ഫുഡ് കഴിച്ചു. എന്താ സ്പെഷ്യൽ ഫുഡ് കഴിച്ചു? ഇന്നും ഒന്നും ഇല്ലായിരുന്നു. മീനൊന്നും കിട്ടിയില്ല. 2-3 ദിവസം കൊണ്ട് വെജിറ്റേറിയൻ അല്ലേ. അപ്പോൾ ഇന്നും അങ്ങനെ തന്നെ ആക്കി. വെണ്ടയ്ക്ക തീയലുണ്ടായിരുന്നു. വെണ്ടയ്ക്ക തീയൽ, മോര്, പയറും പാവയ്ക്കയും കൂടെ മെഴുക്കുവരട്ടി വെച്ചത്, പിന്നെ സാമ്പാർ, അവിയൽ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. ഞാനതൊക്കെ ഇട്ടായിരുന്നു. ഞാൻ പോകുന്നു ചേച്ചി. ഇനി ഇവിടെ നിന്നാൽ ശരിയല്ല. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ. കുഞ്ഞണ്ണാന്ന് പോയി വന്നു. വന്ന് ഉറക്കം. ഉച്ചയായപ്പോഴത്തേന് വന്നു. ഉറക്കമാണ്. മക്കൾ രണ്ടും കുഴഞ്ഞു പോയി കേട്ടോ. ഭയങ്കര നമ്മുടെ പത്തനംതിട്ട സ്റ്റാൻഡിലേ ഒരു വന്നിറങ്ങി ഉറക്കമായിരുന്നു. പമ്പയിൽ നിന്ന് ഇവിടെ വരെ നിലയ്ക്കലിൽ നിന്നാണ് കയറിയത്. നിലയ്ക്കലിൽ നിന്ന് അപ്പം ഇവിടെ വരെ ഉറക്കമായിരുന്നു. പത്തനംതിട്ട വരെ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടിയില്ല. താഴെ കിടന്നുറങ്ങിയത്. രാഹുൽ ബ്രോ ഹായ് എന്നെങ്കിൽ അങ്ങനെ പിന്നെ താഴെ കിടന്നുറങ്ങി. എന്തായാലും ഇവിടെ പത്തനംതിട്ട വന്നിറങ്ങിയപ്പോൾ ഏട്ടൻ പറയുന്നത്